ഹായ് നമസ്കാരം. അപ്പോൾ കാട്ടപ്പുറ റാഫിയുടെ ഫാമിലാണുള്ളത്, സാസ് ഫിഷ് ഫാമിലാണുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു മീനിൻ്റെ പരിപാടിയാണ്, മീനിൻ്റെ ഫാമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഫിഷിങ് ഫാമാണ്. ഇപ്പോൾ ഇവർക്കൊരു വഞ്ചിയുണ്ട് ഇവിടെ, വലടാനും കുരുത്തേക്ക് വെക്കാനൊക്കെ പോകുന്നൊരു വഞ്ചിയുണ്ട് ഇവിടെ. അപ്പോൾ വഞ്ചിയിൽ പുറത്ത് പോയിട്ട് ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ ആ ഒരു ഫാമും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇതിൻ്റെ വേറൊരു വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ 9-10 കുളങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇത് അനുവാദം ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതാണ് റാഫിയുടെ മുന്നാബായി MBBS. സേഫായിട്ട് വെക്കാൻ പറ്റണം. വെള്ളമില്ല. ഏത് പനി വരുമ്പോൾ മാത്രം ഇതിലാണ് നമ്മൾ ആറ്റത്തേക്ക് പോകാനാട്ടാ. പനി വരുമ്പോൾ എടുത്താൽ മതില്ലേ? അത് ഇട്ടിട്ടുണ്ടോ? കുത്താൻ പറ്റില്ലേ? പണി എടുക്കാൻ പറ്റില്ലേ? കണ്ടപ്പോൾ റാഫിയുടെ ചുവടുകളും കടവുകളും ഏട്ടൻ്റെ ബാക്കിലും വെള്ളമുണ്ട് അല്ലേ? ഫുഡാണ് കേട്ടതിനുള്ളത്. അതാ ഇവിടുന്ന് പോണെങ്കിലേ കുറച്ച് സമയം എടുക്കുമോ? അതൊക്കെ അവൻ പറയും. കടവ് വിട്ട് പോയിട്ടില്ല, റൗണ്ട് അടിക്കുകയാണോ? ചേക്ക് വിട്ടിട്ട് പോയിട്ടില്ല. അയ്യോ, ഏകദേശം തുഴ ട്രാക്കിൽ കഴിഞ്ഞിട്ടോ നമ്മുടെ. മറ്റേ സാധനം ഉണ്ടെങ്കിൽ ഞങ്ങൾ തുഴഞ്ഞു തന്നിരുന്നു കേട്ടോ. അത് പറ്റില്ല ഔട്ടല്ലേ? മൊബൈൽ അവിടെ വെക്കാന്ന് തോന്നിപ്പോ. പക്കലിട്ടാ മതി, നമ്മളല്ലേ വീഴുള്ളൂ. തോഴെടുക്കാൻ പറക്കട്ടോ നീ. വളർത്താലോ കൊല്ലാനോ യുവ സംരംഭകനെ മുക്കി കൊന്നോട്ടാ മനസ്സിലാവും. വഞ്ചിക്കിട്ട് തിരിച്ചപ്പോ വെട്ടിയെടുത്തേക്ക് പോണ്ടാന്ന് തുഴയുടെ വാഴത്തേക്ക് തീരുമാനിക്കുന്നത്. ആടുണ്ട് ആടുണ്ട്. ഓ ടൈറ്റാനിക്. അയ്യോ ബക്കറ്റ് എടുത്തിട്ടില്ലേ? ആ ബക്കറ്റ് ഉണ്ട്. എന്തിനാ ഇതിലത്തെ വെള്ളം കോരാ? ഒരു കുട്ടി ബക്കറ്റ് ഉണ്ട്. പോസ്റ്റ് മേടിക്കുന്നുണ്ടോ? ഇതില് കരക്ക നിർത്തിയിട്ട് കോട്ടിട്ടടാ. കപ്പല് വന്നിട്ട് ഞങ്ങളിവിടെ ചായ കുടിക്കാം. പാൽച്ചായ വേണമെങ്കിൽ ഇലക്കായിട്ടുണ്ട്. ഇലക്കായിട്ടുണ്ട്. അത് വെള്ളത്തിൽ പോയിച്ചപ്പോ കോട്ടച്ചിട്ടാ.
മറ്റേ സബൂഫർ കൂടി വേണ്ടിയിരുന്നു പാട്ടേക്കുള്ളത്. ഞാൻ കൊറേ പറഞ്ഞിട്ട് വിചാരിച്ചൊക്കെ കോട്ടാണല്ലോ. ഇതൊക്കെ തിന്ന് തീർന്നെങ്കിൽ കൊറേ സമയം എടുക്കണം. കൊള്ളിപ്പൊട്ടിയൊക്കെ ഉണ്ടാ നൂഡിൽസ് കഴിക്കാട്ടോ. ഇതില് കാണുമ്പോ ബിരിയാണി പോലെ ഉണ്ടാ മജ്ബൂസാടാ. മീൻ പൊരിച്ചു വേണം. മീൻ പിടിച്ച് തിന്ന് കഴിക്കണം. സാമ്പിളല്ല ഇത് മുങ്ങാൻ വേണ്ടിട്ട് എത്ര ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ അത് സത്യം. നല്ല മഴ തന്നെ. ചായ അടിപ്പനായിട്ട് മാഗി കൊള്ളില്ല. നമുക്ക് റൗണ്ട് അടിച്ചിട്ട് നോക്കാം. അവിടെ ഹോയ് 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 ഇന്ന പൈസ കട കൊടുക്കാൻ കാറ്റൊന്നു വീശുമ്പോ ഹോയ് 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 ഹോയ്. ആടെ ഏത് ഞങ്ങൾ കടകൊന്നുമില്ല. ഇത് എഞ്ചിൻ ഇവിടെ വെച്ചേക്കണടാ. ഇത് ബാക്ക് എഞ്ചിനാ. ബാക്ക് എഞ്ചിനാ ബാക്ക് എഞ്ചിൻ. പറഞ്ഞു നോക്കുമ്പോ കിട്ടും കണ്ടപ്പോ ഉത്തരിയല്ല എന്റെ മോനെ. മഴ നല്ല മഴ. ഇതലേക്ക് പോയ കാറ്റ് വരും. സാഫിയെ ഇന്നലേക്ക് കാറ്റ് വന്ന കാറ്റ് പോകുന്നു. ഇതിലത്തെ വെള്ളം കോരി ഒഴിക്കേണ്ടി വരുമോ? കാറ്റ് 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 പിടിച്ചു. ഭയങ്കര കാറ്റായി. അയ്യോ നമ്മുടെ കപ്പിത്താന്റെ കയ്യിൽ നിന്ന് കാര്യം പോയി. എടാ കരക്കേക്ക് കുറച്ചോളൂട്ടാ. കപ്പിത്താന്റെ കയ്യിൽ കപ്പിത്താന്റെ സാധനം കയ്യിൽ നിന്ന് പോയി. ആ മഴ കാറ്റുകൊണ്ടേക്കാ. ഒരു കാറ്റ് പിടിച്ചിട്ട വഞ്ചി കാറ്റ് പിടിച്ച് പഠിപ്പിക്കാനുള്ള കുരുവ്. ഇത് അവിടുന്ന് വരാൻ ഞാൻ എന്തായിട്ടാ. ആ കുളത്തിലേക്ക് വിടുന്നുണ്ടാ കുരുവേ. നല്ല കാറ്റ് പിടിച്ചിട്ട് വണ്ടി കാറ്റ് പിടിച്ചു. വഞ്ചി എങ്ങനെ തുഴഞ്ഞിട്ട് നിൽക്കുന്നില്ല. അവിടെ കപ്പിത്താ കൈ ഒഴിഞ്ഞു. ഒയ്യോ നേരത്തെ വിച്ച് കാറ്റുകൊണ്ട് നമ്മളതാ ഈ കരക്കിലേക്ക് എത്തി എന്നുള്ളതാ. എന്ത് കാറ്റാടാ. ആ പോട്ടെ കാറ്റ് പോയി. പോട്ടെ പോട്ടെ പോട്ടെ. അങ്ങനെ നമ്മൾ തുഴഞ്ഞ് വിജയകരമായി തിരിച്ചെത്തിയിരിക്കുകയാണ്.